നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2025 ജനുവരി മാസം 6-ാം തീയതി 1200-ാം ആണ്ട് ധനുമാസം 22-ാം തീയതി തിങ്കളാഴ്ച. ഇന്ന് തിങ്കളാഴ്ചയാണ്. ഉത്രട്ടാതി നക്ഷത്രമാണ്. നല്ല ദിവസമാണ് തിങ്കളാഴ്ച. തിങ്കളെന്ന് പറഞ്ഞാൽ ചന്ദ്രവാരം, ചന്ദ്രൻ്റെ ദിവസമാണ്. കാരണം ജ്യോതിഷത്തിൽ സൂര്യചന്ദ്രന്മാർക്കാണ് ഏറ്റവും പ്രാധാന്യം. അതിൽ ചന്ദ്രവാരം, ചന്ദ്രൻ്റെ ദിവസം മാത്രമല്ല ഉത്രട്ടാതി നക്ഷത്രം, ഇതെല്ലാം കൊണ്ടും ഇന്നത്തെ ദിവസം വളരെ സൗഭാഗ്യപ്രദമായ ദിവസമാണ്, വളരെ ഐശ്വര്യപ്രദമായ ദിവസമാണ്. അപ്പോൾ ദിവസം നോക്കുമ്പോൾ നല്ല ദിവസമാണ് ഇന്ന്. എന്ത് ശുഭകാര്യങ്ങൾക്കും കൊള്ളാം. ഒരു ആഴ്ച ആരംഭ ദിവസമാണ്. അപ്പോൾ ഇന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ ഈ ആഴ്ചയ്ക്ക് വേണ്ടി ആരംഭിക്കാൻ പോകുന്ന ദിവസമാണ്. ധൈര്യമായിട്ട് ഓരോ കാര്യത്തിന് ഇറങ്ങിക്കൊള്ളുക. അതുപോലെ ധനുമാസത്തിലെ ഉത്രട്ടാതി നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ, ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ ഈ തിങ്കളാഴ്ചയും ഉത്രട്ടാതി നക്ഷത്രവുമായി വന്നിരിക്കുന്നതിൻ്റെ പേരിൽ ഏറ്റവും അനുകൂലപ്രദമായ ഒരു വർഷമായിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ തിങ്കളാഴ്ച എന്ന് പറയുമ്പോൾ ശുഭകാര്യങ്ങൾക്കെല്ലാം കൊള്ളാവുന്ന ഒരു വർഷമാണ്. പ്രത്യേകിച്ച് വീട് വെക്കാൻ, വസ്തു മേടിക്കാൻ, വാഹനം വാങ്ങാൻ, വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർ, അതുപോലെ മൈഗ്രേറ്റ് ചെയ്ത് മറ്റേതെങ്കിലും രാജ്യങ്ങളിൽ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒക്കെ സന്തോഷത്തിന് വഴിതെളിക്കുന്ന ഒരു വർഷമാണെന്ന് അറിയുക. വളരെ പുരോഗതിയുടെ കാലഘട്ടമാണ് നിങ്ങൾക്ക്. അപ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങൾക്ക് വല്ലതും തുനിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, വീട് വെക്കാനോ വസ്തു മേടിക്കാനോ വാഹനം വാങ്ങാനോ വിദേശയാത്രയ്ക്കോ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വർഷത്തിൽ ധൈര്യമായിട്ട് ശ്രമം തുടരണം, നടക്കും. പോകുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഗുണം വരികയും ചെയ്യും. അതുപോലെ ഇന്നത്തെ ദിവസം വളരെ അനുകൂലപ്രദമാണ്. ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ രാവുകാല സമയം നോക്കിയിട്ട് പോകണം. കലണ്ടറിൽ നമ്മൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് 7:30 മണി മുതൽ 9 മണി വരെയാണ് രാവുകാല സമയം എന്നാണ്. 7:30 മണി മുതൽ 9 മണി വരെ രാവുകാല സമയം എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ രാവുകാല സമയം 7:30 മണി മുതൽ 9 മണി വരെ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ 7:30 മണിക്ക് രാവുകാലം ആരംഭിക്കുകയില്ല. 8 മണി 13 ആകുമ്പോഴേ രാവുകാലം തുടങ്ങുള്ളൂ. 8 മണി 13 തൊട്ട് 9 മണി 39 വരെ രാവുകാല സമയം. അപ്പോൾ നമ്മൾ 7:09 എന്നുള്ള കൺസെപ്റ്റ് വച്ചിരിക്കരുത്. 7:30 ആകുമ്പോൾ രാവുകാലം തുടങ്ങില്ല. 8 മണി 13 കഴിഞ്ഞിട്ടേ തുടങ്ങുള്ളൂ. അതുപോലെ 9 മണിക്ക് തീർന്നിട്ട് 9 മണിക്ക് ശേഷം ഒരു കാര്യത്തിന് ഇറങ്ങാമെന്ന് പറഞ്ഞിരിക്കരുത്. 9:39 തീരുള്ളൂ. അതുകൊണ്ട് രാവുകാലം പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് ഓരോ കാര്യത്തിന്, അന്നത്തെ ദിവസം ഓരോ കാര്യത്തിന് പോകുന്നതിനൊന്ന് രാവുകാലത്തിന് മുമ്പോ രാവുകാലത്തിന് ശേഷമോ യാത്ര തിരിക്കണം. അതേപോലെ തന്നെ നമുക്ക് 2 സമയങ്ങൾ ഒരു കാര്യത്തിനും കൊള്ളത്തില്ല. ഗുളികകാല സമയവും യമകണ്ഠകാല സമയവും. അതിൽ ഗുളികകാല സമയം വരുന്നത് ശരിക്ക് 1 മണി 56 തൊട്ട് 3 മണി 22 വരെയും, യമകണ്ഠകാല സമയം വരുന്നത് 11:05 തൊട്ട് 12:30 വരെയും. ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. ഇന്ന് നമുക്കല്ലാതെ തന്നെ മുഹൂർത്തമുണ്ട് എങ്കിൽ പോലും അഭിജിത്ത് മുഹൂർത്തം പറഞ്ഞത് 12 മണി 6 തൊട്ട് 12 മണി 54 വരെ അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ കാലയളവാണ്. അഭിജിത്ത് മുഹൂർത്തം വളരെ നമുക്ക് നല്ല ഫലത്തെ ചെയ്യുന്ന സമയമാണ്. എന്ത് കാര്യത്തിനും കൊള്ളാം. അതുകൊണ്ട് അഭിജിത്ത് മുഹൂർത്തം നമുക്ക് എല്ലാത്തിനും എടുക്കാം. ഇന്നത്തെ ദിവസം നമുക്ക് രാവുകാലമോ മറ്റെന്തെങ്കിലും വരുന്നു എങ്കിലും നമുക്ക് അതിനെ അഭിജിത്ത് മുഹൂർത്തത്തിന് പ്രാധാന്യം കൊടുക്കേണ്ടതില്ല. കാരണം നമുക്കല്ലാതെ തന്നെ നല്ല മുഹൂർത്തമുള്ള ദിവസമാണ്. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിന് ശ്രദ്ധിക്കണം. ശുഭ്ര വസ്ത്രധാരിയായിട്ട് നടക്കണം. വെള്ള കളറോ പേളിൻ്റെ കളറോ അതുപോലെ വൈറ്റ് മിക്സായിട്ടുള്ള കളറോ ആയിട്ടുള്ള വസ്ത്രധാരണം നടത്തുന്നത് വളരെ ഭാഗ്യദായകമായി തീരും. നമുക്ക് ചന്ദ്രൻ്റെ പവർ ബോഡിയിലേക്ക് വരികയും കൂടുതൽ പ്രകാശിക്കാനിട വരികയും ചെയ്യും. അപ്പോൾ
ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഭാഗ്യദായകമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.